മാനേരത്തിൽ കുഞ്ഞോമാച്ചൻ ഉണ്ടായിരുന്നു. കുഞ്ഞോമാച്ചൻ എല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ്. പക്ഷേ കുഞ്ഞോമാച്ചന് ബുദ്ധി കുറവാണെന്നാണ്, മന്ദബുദ്ധിയാണെന്നാണ് പൊതുവെ പറയപ്പെട്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ജോലി മാനാരത്തെ ആശ്രമ ദേവാലയത്തിൻ്റെ ഗേറ്റിൽ അദ്ദേഹം നിൽക്കും. ഗേറ്റ് തുറന്നു കൊടുക്കും. അച്ഛന്മാർ വരികയും പോവുകയും ചെയ്യുമ്പോൾ ഗേറ്റ് തുറന്നു കൊടുക്കുക. പക്ഷെ എന്തെങ്കിലും ജോലി അല്ലാതെയും ചെയ്യണമല്ലോ. അതുകൊണ്ട് അച്ഛന്മാർ തീരുമാനിച്ചു, അച്ഛന്മാർ ഡ്രസ്സ് ഇസ്തിരി ഇട്ട് കൊടുക്കുന്ന ജോലിയും കൂടെ ഇവനെ ഏൽപ്പിച്ചു. ഒരു ടെലിഫോണും ഉണ്ട്. കാരണം കാറ് വരുന്നു അല്ലെങ്കിൽ പ്രിയോരച്ചൻ വരുന്നു എന്നുള്ളത് ടെലിഫോണിൽ വിളിച്ച് കുഞ്ഞോനാച്ചനോട് പറയും. അങ്ങനെയാണ് ഗേറ്റ് തുറക്കുന്നത്. ഈ ടെലിഫോൺ അറ്റൻഡ് ചെയ്ത് ഇസ്തിരി ഇട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞോനാച്ചൻ ഒരിക്കലും ആളുകൾ കണ്ടു കുഞ്ഞോമാച്ചൻ്റെ വലത് ചെവി പൊള്ളിയിരിക്കും. എന്തു പറ്റി കുഞ്ഞോമാച്ച? അതെ, ഞാൻ തേച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ പ്രിയോരച്ചൻ്റെ ഫോൺ വന്നത്. അപ്പോൾ ആ തേപ്പ് പോയിട്ട് എടുത്തങ്ങ് വെച്ചുപോയി. ഇടത്തെ ചെവിയും പൊള്ളിയിരിക്കുന്നോ? അത് പ്രിയോരച്ചൻ വിളിച്ചതിന് തൊട്ട് പറയില്ല, പ്രിക്കോരച്ചൻ വിളിച്ചത്. ഇങ്ങനെയുള്ള ചില കഥാപാത്രങ്ങൾ എല്ലായിടത്തും ഉണ്ട്. ആ ഗ്രാമീണ ജീവിതത്തിന് തുടിപ്പ് എന്ന് പറയുന്നത് ഈ കഥകളും കഥയില്ലായ്മകളും ഒക്കെ ചേർന്നിട്ടുള്ള കാര്യമാണ്.